കാട്ടുമ്പഴ ബ്രെയിൻസ് ആണ്. ബ്രെയിൻസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണമെന്ന് നോക്കാം. കറി ലീഫ്, ജിഞ്ചർ ഗാർലിക്, ഓണിയൻ ആൻഡ് പച്ചമുളക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആടിൻ്റെ ബ്രെയിൻ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ ഒരു ടേസ്റ്റിന് വേണ്ടി കടുക് പൊട്ടിക്കുന്നുണ്ട്. അത് വലിയ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിക്കണ്ട. അപ്പം കടുക് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പച്ചമുളകും സവാള അരിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് മസാലകളായിട്ട് നമ്മൾ ഇടുന്നത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി അത്ര ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ മസാലകൾ ഇടാൻ പോവുക. അപ്പോൾ അതൊന്ന് നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നത് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് മാറി വരുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം. പിന്നെ നമ്മുടെ ഈ ആടിൻ്റെ ബ്രെയിൻ നന്നായിട്ട് കഴുകിയെടുത്തതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അധികം കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അത് വെന്ത് വരുമ്പോൾ അത് ഓൾറെഡി ഉടഞ്ഞു വന്നോളും. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, ബ്രെയിനിൽ നിന്ന് തന്നെ വെള്ളം വരും. ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ കട്ട്ലറ്റിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത് അത് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ പരുവമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്, ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദേ നമ്മൾ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ബ്രെഡ് ക്രംസ് ഒന്നും അല്ല എടുക്കുന്നത്, ഞാൻ ജസ്റ്റ് മുട്ട തന്നെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ മുട്ടയിൽ ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കട്ട്ലറ്റ് ഇട്ട് മുക്കി പൊരിച്ചെടുക്കാം. നമ്മളെല്ലാ കട്ട്ലറ്റുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ തിരിച്ചിട്ട് വെന്ത് വന്നപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്.